ഒരു പരീക്ഷ രഹസ്യമായിരിക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവരുത്, ഇത്രയല്ലേ ഉള്ളൂ. എത്ര പരീക്ഷ കേന്ദ്ര സർക്കാർ തന്നെ നടത്തുന്നു, UPSC നടത്തുന്നു, അതിൻ്റെ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുന്നില്ലല്ലോ. ഇപ്പം ലീക്കാവാതെ ഇത് നടത്താനറിയാം. ഇപ്പം ലീക്കാവാൻ ആർക്കാണ് ഇത്ര വാശി? ഒന്ന് കോച്ചിങ് സെൻറ്ററുകൾക്കാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ നോക്കിക്കോളൂ, വാർത്തയായിട്ട് ഒരു പരസ്യം വരും, ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ വാർത്തയായിട്ട് വായിക്കുന്നു ചാനലിലെ ആൾക്കാർ. കാണുന്നവർ ഇത് വാർത്തയാണെന്ന് തെറ്റിദ്ധരിക്കും, വാസ്തവത്തിൽ അത് പരസ്യമാണ്. ഈ ആങ്കർ പറയുന്ന വാക്കുകൾ ഒഴിച്ചാൽ ബാക്കി ആ പോർഷൻ്റെ CD അതോ ഇവർ കൊടുക്കുന്നതാണ്, ആ കോച്ചിങ് സെൻറ്റർ കൊടുക്കുന്നതാണ്. കോച്ചിങ് സെൻറ്ററുകാർ തമ്മിൽ വഴക്കുണ്ടായിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് ആരുടെയോ നേർക്ക് വെടിവെച്ചു ഉത്തർപ്രദേശിൽ. ഇപ്പോൾ 2 കോച്ചിങ് സെൻറ്റർ നടത്തുന്ന അതിൻ്റെ ഉടമസ്ഥന്മാർ ജയിലിലാണ്. ഒരാൾ ഇവിടെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്ത് ഇരിക്കുന്നു. എന്നിട്ട് അയാൾ യൂട്യൂബിൽ ഈ ഇത് പോഡ്കാസ്റ്റ് നടത്തുന്നു. അയാൾ പറയുന്നു, ഞാൻ സുപ്രീം കോടതിയിൽ ഇത് കൊടുത്ത് നിൽക്കുകയാണ്, ഇവിടെ പോലീസ് അറിഞ്ഞാൽ എന്നെ പിടിച്ചുകൊണ്ട് പോകും, പക്ഷേ ലൊക്കേഷൻ അറിയാൻ പറ്റില്ല. പോഡ്കാസ്റ്റ് നടത്തുന്നു. കോട്ട, രാജസ്ഥാനിലെ കോട്ടയാണ് ഇതിൻ്റെ വലിയൊരു കേന്ദ്രം. ഇപ്പോൾ ഇത് 1,60,000 കോടിയോ മറ്റോ ആണ് കോച്ചിങ് ബിസിനസ്സിൻ്റെ ടോട്ടൽ വോളിയം. ഈ കാശ് വേണ്ടെന്ന് വയ്ക്കുമോ കോച്ചിങ്ങുകാർ? നീറ്റ് പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ആൾക്കാർ തയ്യാറാക്കാൻ തുടങ്ങി. അന്യഥ കോഴ കൊടുത്ത് കോളേജ് അഡ്മിഷൻ വാങ്ങാൻ കെൽപ്പുള്ള അച്ഛനമ്മമാർ 50 ലക്ഷം 1 കോടിയൊക്കെ കോഴ കൊടുക്കാൻ അവർ തയ്യാറാണ് മെഡിക്കൽ സീറ്റിന്. പക്ഷേ കോഴ കൊടുത്താൽ നടക്കില്ല, നീറ്റ് പരീക്ഷ പാസ്സാകണം. അപ്പോൾ എൻ്റെ മകനെ നീറ്റ് പരീക്ഷ എങ്ങനെ പാസ്സാക്കിക്കും എന്നാവും എൻ്റെ അടുത്ത ചിന്ത. ഇവൻ പൊട്ടനാണ്, ഇവൻ ഒരു പരീക്ഷയും പാസ്സാകാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോഴാണ് ഈ കോച്ചിങ് സെൻറ്റർ പറയുന്നു, 30 ലക്ഷം രൂപയാകും ക്വസ്റ്റ്യൻ പേപ്പർ തരാം, തലേ ദിവസമേ തരാൻ പറ്റുള്ളൂ. ആരുടെ 30 ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് എൻ്റെ മകന് കൊടുത്തിട്ട് അവനെ ജയിപ്പിക്കുന്നു. സി, എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം എ വെരി ബിഗ് ബിസിനസ്. അതുകൊണ്ട് ഒരുപാട് താല്പര്യങ്ങൾ കിടന്ന് കളിക്കുന്നു. അതിൻ്റെ ഒരു വിക്റ്റിമാണ് ഈ പറഞ്ഞ നമ്മുടെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം ഞാനീ പറഞ്ഞ 2 സംഭവങ്ങൾ, ഫസ്റ്റ് നീറ്റ് ലീക്ക് പ്ലസ് CBSE വാല്യുവേഷൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അങ്ങനൊരു പരിപാടിയുണ്ട്. വെൻ സിറ്റുവേഷനിൽ ആൾക്കാർക്ക് തോന്നുന്നു ഇയാളിത് പ്രോപ്പർലി കൊണ്ടുപോയില്ല, നിങ്ങൾ നിഷ്കളങ്കനായിരിക്കും, പക്ഷേ നിഷ്കളങ്കനാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരണ്ടേ. അപ്പോൾ ആകെ ചെയ്യാവുന്നത്, ശരി ഞാൻ നിങ്ങളോട് തർക്കിക്കാനൊന്നുമില്ല, ഞാൻ മാറിയേക്കാം എന്ന് പറഞ്ഞ് തർക്കിക്കാതെ മാറണം. ഇത് ധർമ്മേന്ദ്ര പ്രധാൻ തർക്കിച്ചുമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് 0. ഈ മൊത്തം ഇഷ്യൂവിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അദ്ദേഹം രാജിവെച്ചതിന് ശേഷമാണ്, അതിന് മുമ്പില്ല. TG പക്ഷേ ഇതും ഈ നീറ്റിൻ്റെ ആ ഒരു ചോർച്ച വന്ന സമയത്ത് അദ്ദേഹം അപ്പോളജൈസ് ചെയ്തുകൊണ്ടൊരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു ഒരു ആ സമയത്ത്. യെസ് ഞാൻ ഓർക്കുന്നു, ശരിയാണ്, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. ബട്ട് അത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതങ്ങനെ അങ്ങ് പോയി, വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് വിചാരിച്ചു. പിന്നീടാണ് CBSEയുടെ വാല്യുവേഷൻ്റെ പ്രശ്നം വരുന്നത്.